തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിൽ ഇരുമ്പിന്റെ പോസ്റ്റ് വെച്ചതായി കണ്ടെത്തി. ഇരുമ്പിന്റെ കഷ്ണം ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചു. അട്ടിമറി ശ്രമം അല്ല എന്ന നിഗമനത്തിലാണ് RPF. ട്രാക്കിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് റെയിൽവേ നൽകുന്ന വിശദീകരണം? സൂരജ്. ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലാണ്. ഇന്ന് പുലർച്ചെ 4:50 ഈ ട്രെയിൻ ഒരു വലിയ ഇരുമ്പിന്റെ കഷ്ണം തട്ടിത്തെറിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഇരുമ്പിന്റെ ഈ റെയിലിന്റെ ഭാഗമാണ്. അത് ഈ ട്രാക്കിലേക്ക് എടുത്തു വെക്കുകയായിരുന്നു. ട്രാക്കിലേക്ക് ഉയർത്തി വെക്കുകയും അതിന്റെ ഒരു ഭാഗം ഈ ട്രാക്കിലേക്ക് ഉയർന്നു നിന്നതുകൊണ്ട് തന്നെ ഈ 4:50 എറണാകുളത്തേക്ക് പോയ ഗുഡ്സ് ട്രെയിൻ അത് ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു. ട്രാക്കിൽ ഇതിന്റെ ഭാഗമായി നേരിയ തോതിൽ ഈ ട്രാക്കിലൊരു ട്രാക്കിനൊരു ചതവ് സംഭവിച്ചതുപോലെ തന്നെ ആ ഇരുമ്പിനടക്കം ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ പറയുന്നത് ഇത് റെയിൽപാളത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ഇട്ടിരുന്ന റെയിലുകളാണ്. അത് ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് നീങ്ങിയതാണോ എന്നൊരു സംശയമാണ് റെയിൽവേ പങ്കുവച്ചത്. അതിലുപരി ഒരു അട്ടിമറി കൂടി ഈ ഘട്ടത്തിലും റെയിൽവേ കാണുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി ഇതിനോടകം തന്നെ ഈ മേഖലയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൽ റെയിൽവേക്ക് ഇപ്പോൾ ചില സംശയങ്ങളുള്ളതിന് പ്രധാന കാരണം ഈ 4:50 ഈ ഗുഡ്സ് ട്രെയിൻ പോകുന്നത്. അതിനു മുൻപ് തന്നെ ഈ ട്രാക്കിലൂടെ പല ട്രെയിനുകളും പോയിരുന്നു. അപ്പോൾ ആ ട്രെയിനുകളൊന്നും തട്ടാതെ ഈ 4:50 പോയ ഗുഡ്സ് ട്രെയിൻ മാത്രം തട്ടണമെങ്കിൽ സ്വാഭാവികമായും ഈ റെയിൽ ഈ ഭാഗത്തേക്ക് കയറ്റി വെച്ചിരിക്കാം എന്നുള്ളത് തന്നെയാണ് റെയിൽവേ അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി ഇപ്പോൾ ഈ പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ എന്നതാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തുക. അങ്ങനെയെങ്കിൽ ആരാണ് ഇത് വച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഒരു റോഡാണ്. എനിക്ക് വശത്തുകൂടി കാണുന്ന റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പോകുന്ന ഒരു ഇട റോഡാണ്. അത് തിരക്കില്ലാത്ത ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു മേഖലയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഇതിലൂടെ പോയി ആരെങ്കിലും ആണോ എടുത്തു വെച്ചത് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെയുള്ള പരിശോധനകളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ റെയിൽവേ അറിയിക്കുന്ന. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.